അല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്ര നല്ല എമൗണ്ട് മുടക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പൊ അതൊരു 6.5 CR ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഭീമമായ നഷ്ടം ഉണ്ടാവുകയും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് ഞങ്ങൾ ബ്രേക്ക് ചെയ്തത്. തീർച്ചയായിട്ടും ഞങ്ങൾ പറ്റി ആലോചിക്കേണ്ടതുണ്ട്. അതെ, എങ്ങനെ പിൻവലിക്കുന്ന ആൾക്കാർക്ക് അതെ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ അതിനകത്ത് കുറച്ച് ഡയലോഗ്സുകൾ ആണ് അവരൊന്ന് പറഞ്ഞത് നമ്മുടെ അടുത്ത്. ഡയലോഗ്സുകൾ അവര് പ്രവർത്തിക്കുന്നു എന്നുള്ള സാധനമാണ്. ഒരു സിനിമ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്യും. ഇത് അങ്ങനെ കണക്കാക്കിക്കൂടെ? അതോ അതിനും അപ്പുറമായിട്ടതുകൊണ്ടാണ് ഇത് പിൻവലിക്കാനുള്ള ഇതിലേക്ക് എത്തിയത്? അതിനും അപ്പുറം പോകരുതെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ. കാരണം നിങ്ങൾ പറയുന്നതിൽ ഒരു ക്ലാരിറ്റി വരുന്നില്ല. അതായത് ഇപ്പൊ നിങ്ങളും ഇതിന്റെ എല്ലാ ആൾക്കാരെയും റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങളൊരു ഷോ തന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഇതെന്താന്ന് വെച്ചാൽ കാണാത്ത ആൾക്കാരാണ് കരുതുന്നത് ഇതിനകത്ത് എന്തോ സംതിങ് അവർക്ക് അല്ലെങ്കിൽ എതിരായിട്ടുള്ള സംഗതികൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നത് ഞങ്ങൾ നിഷേധിക്കും. ആക്ച്വലി എങ്ങനെ വ്യക്തത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആക്ച്വലി ഞങ്ങളത് ഒരു ജാറം എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ജാറം എന്ന് പറഞ്ഞൊരു ആരാധനാ സംഭവം ഉണ്ട് അതിനകത്ത്. ജാറം എന്ന് പറഞ്ഞാൽ അത് ഇല്ല, നമ്മളിത് അത്രയും അങ്ങോട്ടൊന്നും പോണ്ടെന്നുള്ളതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. പ്ലീസ്. എന്താണെന്നറിയോ, അതൊക്കെ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെ ഇത് സെൻസർ ബോർഡിന് നമ്മുടെ ആസ് പെർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രശ്നമില്ലാത്ത സംഭവങ്ങൾ ചിലപ്പോൾ ചില സമുദായങ്ങൾക്ക് അവരുടെ കടന്നുകൂടിയ എന്തെങ്കിലും ആചാര ഇതുകളിൽ അവർക്ക് ഭയങ്കര ഇതായിട്ടുള്ള സംഭവമായിരിക്കും. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിന്റെ എന്താന്നുള്ളത്. പക്ഷെ അത് അങ്ങനെ നമ്മൾ അതിനെ എതിർത്ത് പറഞ്ഞേക്കണ ഇതൊന്നല്ല. അത് കഥാ പശ്ചാത്തലം അതായതുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു, അത് മാത്രമേ ഉള്ളൂ. വേണ്ടി വന്നാൽ ചെയ്യുന്നതായിരിക്കും. അതിന് നിങ്ങളും എല്ലാവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വന്ന് കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങൾ പബ്ലിക്കിനോട് അറിയിക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. നിങ്ങൾ ഒന്ന് ഇതെന്താന്നറിയ ഇത് കാണാത്ത ആൾക്കാർ ഉന്നയിക്കുന്നത് അതിന്റെ നേതാക്കന്മാരോട് ഡിസ്കസ് ചെയ്യുക, അവരെ ഇത് കാണിക്കുക, എവിടെയാണ് പ്രശ്നം ചർച്ച ചെയ്യുക. ചിലപ്പോ അവരൊന്നും ഇങ്ങനെ സിനിമ റെഗുലറി കാണുന്ന ആൾക്കാരായിരിക്കില്ല. അതുപോലെ ചിലപ്പോ അത് കേട്ടിട്ട് മാറി നിൽക്കുന്നത് ഒരു ആൾക്കാരായിരിക്കും, വേറെ കുറച്ച് പേരായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് സിനിമ കാണുക. എല്ലാവരിലേക്കും ഇത് ഒരാൾക്കും എതിരായിട്ടുള്ള സംഗതികളൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഞങ്ങളൊന്ന് ഞങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണ്. സാധ്യതയുണ്ട് കഥയുടെ ഇതിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ. അതെ, തീർച്ചയായിട്ടും. ആക്ച്വലി അത് ഈ മരിച്ചുപോയവരെ ആരാധിക്കുന്ന ഒരു സംഭവമാണ് വേണ്ടി വന്നാൽ. പക്ഷെ അങ്ങനെയുള്ള അത്രയും പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഈ പറഞ്ഞു കേട്ട് ഒരാൾ പറഞ്ഞ് മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞു വരുമ്പോഴുള്ളൊരു ഇത് മാത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവും ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളും കാണാം. ഒരിക്കലല്ല അതാണ് നമ്മള് പറയാമെന്ന കാര്യം. അതാണ് അതിന്റെ കണ്ടന്റ് ആണ്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ സർവൈവൽ മൂവിയാണ്. അത് നമ്മൾ ഒരു പ്രത്യേക റേഞ്ചിൽ വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ട്രാഫിക് കണ്ടിട്ടുണ്ട്, 2018 എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ട്, മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തൊരു സർവൈവലും ചെറിയൊരു സിറ്റുവേഷൻ നമ്മൾ നല്ല രീതിയിൽ ഇദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതിന്. അപ്പൊ അങ്ങനെയുള്ളൊരു മൂവിയാണിത്. അപ്പൊ അതിന്റെ ഇതിന് മാത്രം നമ്മൾ ഒരു മൂവി എന്നുള്ള രീതിയിൽ, ഒരു സിനിമ എന്നുള്ള രീതിയിൽ, സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ മാത്രം അതിനെ കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു. ഇപ്പൊ ഞങ്ങൾ നിലവിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. 100 ജില്ലയിൽ 100+ സെന്റേഴ്സിൽ നമ്മൾ റിലീസ് ചെയ്തിരുന്നു. അതെ. ഇല്ല. റേറ്റിംഗ് നോക്കുവാണെങ്കിൽ 9.6 out of 10 ഉണ്ട്. ഇത്രയ്ക്ക് പോപ്പുലർ അല്ലെങ്കിൽ ഇത്രയ്ക്ക് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ പെട്ടെന്ന് നിർത്തുക എന്ന് പറയുന്നത് എന്തിനാണ്?
ഞങ്ങൾ അങ്ങനെ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനീഷ്യൽ പുള്ള് ഒത്തിരി കിട്ടുന്ന ഒരു സിനിമയല്ല. വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി, ഒരാൾ കണ്ട് വേറൊരാളോട് പറഞ്ഞ് കിട്ടേണ്ടതാണ്. അങ്ങനെയുള്ള ഒത്തിരി നല്ല ഒപ്പീനിയൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. പക്ഷേങ്കിൽ അത് ഇങ്ങനൊരു സ്ട്രാറ്റജി ഒക്കെ വന്ന ആൾക്കാരെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ആ പടം അങ്ങനെ കയറി വരില്ല, അത് താഴോട്ട് പോകും എന്നുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തി ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ഇനി എന്തെങ്കിലും വല്ല ചെറിയ കറക്ഷൻസ് ഒക്കെ കഥയെ ബാധിക്കാത്ത രീതിയിൽ വരുത്തണമെങ്കിൽ വരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇന്നലെയാണ്. ഒന്ന് ബാക്കി കണ്ടന്റിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു ഇത് കിട്ടിയത് ഏത് നാദിർ പ്രൊഡ്യൂസറാണ്. ഞാൻ ഇതിൽ അഭിനയിക്കുന്ന ഒരു ആക്ടറാണ്, ലീഡ് റോള് ചെയ്തതാണ്. അപ്പൊ ഇതില് ശരിക്കും ആമിന നിജാം. സോ നമ്മൾ ഈ പടത്തിൽ പറയുന്ന ഒരു സയന്റിഫിക് ഫിനോമിനെ കുറിച്ചാണ്. അത് ശരിക്കും പറയുന്ന രീതി ഒരു കമ്മ്യൂണിറ്റിയുടെ ഇതിലാണത് പറയുന്നതെന്നേ ഉള്ളൂ. അല്ലാതെ ഒരു കമ്മ്യൂണിറ്റിക്കെതിരോ ആയിട്ടുള്ള ഒരു കാര്യവും ആ പടത്തിലില്ല. പക്ഷെ അധികം മാർക്കറ്റിങ്ങോ പ്രൊമോഷനോ നമ്മുടെ പടത്തിന് അധികം നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ വേർഡ് ഓഫ് മൗത്ത് തന്നെ ഇത് നല്ല രീതിയിൽ പോകുന്ന നല്ല വിശ്വാസമുണ്ട്. ബിക്കോസ് നല്ല കണ്ടന്റ് ആണ്. ഇതുവരെ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ വന്നിട്ടില്ല. അപ്പൊ അത് ഇത്രയും കോൺഫിഡന്റ് ആയത് കാരണമാണ് നമ്മൾ വിചാരിച്ചത് ഓക്കെ അധികം പ്രൊമോഷന്റെ ആവശ്യമില്ല, നമ്മൾ നല്ല രീതിയിൽ പോകും. പക്ഷെ ഈ വേർഡ് ഓഫ് മൗത്ത് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനീഷ്യലി നമ്മൾ തിയേറ്റർ റെസ്പോൺസ് നോക്കിയപ്പോൾ നല്ല രീതിയിൽ തിയേറ്റർ റെസ്പോൺസ് ഉണ്ട്. ആൾക്കാർ കാണുന്നുണ്ട്. ഇപ്പൊ എന്നെ കണ്ടിട്ട് ആൾക്കാർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും കണ്ണു നിറയുകയൊക്കെ ചെയ്ത മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് തന്നെ ചില ആൾക്കാര് ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, എന്താ ഇങ്ങനെ എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതും, അത് അപൂർവം 1-2 ആൾക്കാരായിരുന്നെങ്കിൽ പോലും അവര് വേറെ ആൾക്കാർക്ക് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതൊരു വിഭാഗത്തിലേക്ക് ഒരു മെജോറിറ്റിയിലേക്ക് പോകുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ പടത്തിന് എന്തായാലും അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യം വന്നത്.